എൻ്റെ പേര് ലിസമ്മ. ഞാനിവിടെ ഈ നാട്ടുകാരത്തി തന്നെയാണ്. മരമേണണ്ടി താമസിക്കുന്നു. 2020 ഒക്ടോബർ 22-ാം തീയതിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചക്ക ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ ഇവിടെ കൊപ്രയാട്ടാനും മാണിക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു ആശയം നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിൽ ഇത്രയും നല്ല സ്ഥലത്ത്, ഈ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രാന്തം പണി ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു. എന്തിനാണ് ഇതിങ്ങനെ? ഇപ്പോൾ ഒത്തിരി മെഷീനില്ലേ, ആ രീതിയിൽ ഒത്തിരി പേര് ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, ഒത്തിരി പേര് വിമർശിച്ചിരുന്നു. എന്തിനാ പറയുന്നത്? വ്യവസായ വകുപ്പുകാർ പറഞ്ഞു ഇതൊരു എന്താണ് വ്യവസായമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വ്യവസായ വകുപ്പിൻ്റെ ഫീൽഡ് ഓഫീസർ പറഞ്ഞതാണ്. കാരണം ഇതിന് മോട്ടോർ ഉപയോഗിക്കുന്നില്ലല്ലോ, കറണ്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു നാനോ വ്യവസായമായിട്ട് പോലും അംഗീകരിക്കില്ല, അതിന് ലൈസൻസ് തരില്ലെന്ന് തന്നെ അവർ പറഞ്ഞു. നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള വ്യവസായ ഓഫീസർ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലാണ്. പക്ഷേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലുമൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ രീതിയിലുള്ള എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട്.